നമസ്കാരം. സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളക്കെട്ടും രൂക്ഷമാകുമ്പോൾ ആശങ്ക വാനോളമാണ്. കാലവർഷം എത്താൻ 24 മണിക്കൂർ കൂടി ബാക്കി നിൽക്കെ പെയ്യുന്ന കനത്ത മഴ വലിയ ഭീതിയാണ് വിതച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിലെ ദുരിതക്കാഴ്ചകൾ, ആശങ്ക ഞങ്ങൾ പ്രേക്ഷകരുമായി തത്സമയം പങ്കുവയ്ക്കുകയാണ്. നമുക്കൊപ്പം വിദഗ്ധർ അതിഥികളായി പങ്കെടുക്കുകയും ചെയ്യും. മഴ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ദുരിതം വിതച്ച് മഴ. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്കാണ് ആദ്യം. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, നേരത്തെ ഉള്ളതിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന തരത്തിലേക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവരങ്ങൾ. അനുജ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നേരത്തെ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. സാധാരണ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നത്. പക്ഷേ 5 മണിക്ക് വരുന്ന പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14 ജില്ലകൾക്കും ശക്തമായ മഴ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാനാണ് സാധ്യത. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആ മേഖലകളിൽ രാത്രിയും മഴ തുടരും. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും ഈ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ജില്ലകളിലും രാത്രിയിലും മഴ തുടരും, അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയോര മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രത തുടരണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി മലയോര മേഖലയിൽ കൂടുതലായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അതുമാത്രമല്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ എന്ന മുറയ്ക്കാണ് ഈ മഴ ലഭിക്കുന്നത്. പലയിടങ്ങളിലും 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 100 മില്ലിമീറ്റർ മഴയൊക്കെ പെയ്ത സ്ഥലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ കനത്ത മഴ പലയിടത്തും ലഭിക്കുന്നു. രാത്രിയും ആ മഴ തുടരാനുള്ള സാഹചര്യമുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. നോർത്ത് പറവൂരൊക്കെ 95 മില്ലിമീറ്റർ മഴയാണ് വൈകുന്നേരം 5 മണിവരെയുള്ള കണക്കനുസരിച്ച് ലഭിച്ചത്. ചെറുവാഞ്ചേരിയിൽ 93 മില്ലിമീറ്റർ, കരുമാടിയിൽ 89 മില്ലിമീറ്റർ, ഊളനാട് 82 മില്ലിമീറ്റർ തുടങ്ങി 5 മണിവരെയുള്ള കണക്കനുസരിച്ച് കനത്ത മഴ സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ വടക്കൻ കേരളത്തിൽ ഇത്ര കണ്ട് മഴ ലഭിക്കുമെന്ന പ്രവചനം ഉണ്ടായിരുന്നില്ല. പക്ഷേ വടക്കൻ കേരളത്തിൽ കൂടി ശ്രദ്ധ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള ഈ പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്ത് ശക്തി പ്രാപിച്ചു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാലാണ് മെയ് 31 കേരളത്തിലേക്ക് എത്തുമെന്ന് പ്രവചിച്ചിരുന്ന കാലവർഷം ഒരു ദിവസം മുമ്പേ, അതായത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ, ഒരുപക്ഷെ നാളെ തന്നെ കേരളത്തിലേക്ക് കാലവർഷം എത്തിച്ചേർന്നതായുള്ള ഔദ്യോഗിക പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാധാരണയിൽ കൂടുതൽ മഴയാണ് ഇത്തവണ കാലവർഷ സീസണിൽ ലഭിക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് അനുജ. കാരണം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കടലേറ്റത്തിനും ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രവചനം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒപ്പം തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അനുജ. അതെ, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ്. അതായത് എല്ലാ ജില്ലകളിലും മഴയുണ്ടാകും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ കൊച്ചി കളമശ്ശേരിയിൽ നിന്ന് വരുന്ന വാർത്ത, അവിടെ മൂലേപ്പാടത്ത് വീടുകളിൽ വലിയ തോതിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബോട്ടെത്തിച്ച് അവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ ഉള്ളത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, മൂലേപ്പാടത്തെ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? അവിടെ ആളുകളെ മാറ്റുന്നത് ഏത് തരത്തിലാണ്? ബോട്ട് ഇറക്കിയോ?
അനുജ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ മൂലേപ്പാടത്തെ പല മേഖലകളിലേക്കും വെള്ളം വലിയ തോതിൽ എത്തിയിട്ടുണ്ട്. അവിടെ പല വീടുകളിലും വെള്ളം കയറി. വീടുകളുടെ ആദ്യ നിലയിലേക്ക് മുറികൾക്കുള്ളിലേക്ക് വരെ ഈ വെള്ളം കടന്നു ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഏലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നു. ഫയർഫോഴ്സ് സംഘം ഇവിടെ നിലവിൽ വീടുകളിൽ അകപ്പെട്ടു പോയവരെ ബോട്ട് ഇറക്കി ഇവിടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. ഒരുപക്ഷെ അവരെ തൊട്ടടുത്ത ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ഈ മേഖല ഒരു താഴ്ന്ന പ്രദേശമാണ്. ചെറിയൊരു മഴ വന്നാൽ തന്നെ വലിയ തോതിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഈ മേഖലയിൽ ഉള്ളത്. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും. ഒട്ടനവധി വീടുകൾ ഇവിടെയുണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങളും കുറവാണ്. അതാണ് ഈ ഇത്രയധികം വെള്ളക്കെട്ടിന് കാരണമായി വരുന്നത്. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഏലൂർ യൂണിറ്റ്, ഫയർഫോഴ്സിന്റെ ഏലൂർ യൂണിറ്റിൽ നിന്നും ബോട്ട് ഇറക്കി മൂലേപ്പാടത്തു നിന്നും വീടുകളിൽ അകപ്പെട്ടു പോയവരെ ഇപ്പോൾ രക്ഷിച്ച് പുറത്തെത്തിച്ച ദൃശ്യങ്ങളാണ്. ഇതിന് മുൻപ് ഈ പ്രളയകാലത്തൊക്കെയാണ് ഇത്തരത്തിൽ ബോട്ട് എത്തിച്ച് രക്ഷപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിലും ഇത്രയധികം ഈ ബോട്ടൊക്കെ എത്തിച്ച ആളുകളെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ പല ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറിയവർ ഇന്ന് രാവിലെ വന്ന് വീടൊക്കെ വൃത്തിയാക്കി കയറിയതാണ്. പക്ഷേ വീണ്ടും വെള്ളം പൊങ്ങുന്ന സാഹചര്യമുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ഇത്തരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. മഴ മാറി നിന്നതായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ ഉറച്ച് ശക്തമായി തന്നെ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വെള്ളം ഉയരാൻ തന്നെയാണ് സാധ്യത. ദൃശ്യങ്ങളിൽ കാണുന്നത് ഏലൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റ് ആണ്. അവരാളുകളെ പുറത്തെത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ദൗത്യം ഇന്ന് ഈ രാത്രി കൊണ്ട് പെട്ടെന്ന് തീരുമെന്ന് തന്നെ തോന്നുന്നില്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളം നിലവിൽ ഈ തൃക്കാക്കര മേഖലയിൽ, കളമശ്ശേരി തൃക്കാക്കര മേഖലയിൽ എമ്പാടും വെള്ളക്കെട്ടാണ്. അതോടൊപ്പം സ്മാർട്ട് സിറ്റി മേഖലയിൽ വെള്ളക്കെട്ടുണ്ട്, ഇടപ്പള്ളിയിലുണ്ട് വെള്ളക്കെട്ട്. അത്തരത്തിൽ നഗരത്തിലെമ്പാടും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അനുജ, ദൃശ്യങ്ങളിൽ കാണാം, അത് ഏലൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ബോട്ടാണ്. ഇതിലാണ് ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശ്രീകാന്ത്, ഇവിടെ എത്ര കുടുംബാംഗങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവരെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? നിലവിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുകയാണ് ഈ ബോട്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് വിളി വരുന്നുണ്ട്. ഈ മൂലേപ്പാടത്ത് ഒരു കുടുംബത്തിൽപ്പെട്ട 4 പേരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അടുത്ത സ്ഥലത്തേക്ക് വിളി വന്നതിനെ തുടർന്ന് ഇവിടെ നിന്ന് നീങ്ങുകയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം. തൊട്ടടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു. അത് വട്ടേക്കുന്നം എന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം വട്ടേക്കുന്നത്ത് വലിയ തോതിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തന്നെയുണ്ട്, വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെയുണ്ട് ഈ വട്ടേക്കുന്നം എന്ന് പറയുന്ന ഭാഗത്ത്. അവിടെ നിന്ന് നമുക്കും ഒട്ടനവധി ഫോൺ കോളുകൾ വന്നിരുന്നു. ഒരുപക്ഷെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഏലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അവർ ഈ മഴ വകവയ്ക്കാതെ ആണ് ഇപ്പോൾ ഒരു വീട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന ആളുകളെ പുറത്തേക്ക് എത്തിച്ച് അവരുടെ ദൗത്യം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പക്ഷേ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും പല വീടുകളിലും വെള്ളം കയറി തന്നെ കിടക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണം. കളമശ്ശേരിയിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. കളമശ്ശേരിയിൽ ഇന്നും കനത്ത മഴയാണ്. 1 മണിക്കൂറിനിടെ പെയ്ത മഴയുടെ കണക്കെല്ലാം ഇതിനോടകം തന്നെ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിശക്തമായ മഴ, 60 മില്ലിമീറ്റർ മഴയാണ് 1 മണിക്കൂറിനിടെ കളമശ്ശേരിയിൽ മാത്രം പെയ്തത്. ഇന്നലെ ലഘു മേഘവിസ്ഫോടനമുണ്ടായതിനെ തുടർന്ന് കനത്ത മഴയും വെള്ളക്കെട്ടും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അതിനേക്കാൾ രൂക്ഷമായ തരത്തിലേക്ക് സ്ഥിതിഗതികൾ നീങ്ങിയിരിക്കുന്നു. ഒരു വീട്ടിലുള്ള ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്തി അതിന് ഏലൂർ ഫയർഫോഴ്സ് എത്തി ബോട്ട് ഇറക്കിയാണ് അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. മറ്റിടങ്ങളിലും ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് അധികൃതർ എന്ന വിവരമാണ് ശ്രീകാന്ത് നൽകിയത്. കൊച്ചിയും തിരുവനന്തപുരവും ഒക്കെ ഒറ്റപ്പെയ്ത്തിൽ വീണ്ടും മുങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ മഴ ആഞ്ഞു പെയ്തപ്പോഴേക്കും കൊച്ചി ഇൻഫോ പാർക്കിലെ ഇട റോഡുകളിൽ വെള്ളം കയറി. ഇന്നലെ കാർ കാനയിൽ വീണ് കൈപ്പട മുകളിൽ ഇന്നും സമാന അപകടമുണ്ടായി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കടകളിൽ വെള്ളം കയറി. അമ്പലമുക്ക് NCC റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എറണാകുളം കളമശ്ശേരിയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 മണിക്കൂറിൽ 60 മില്ലിമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ 1.5 മണിക്കൂറിൽ 52 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. വിവിധയിടങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നു. ആദ്യം പോകുന്നത് വിഷ്ണു സുരേഷിലേക്ക്, ശ്യാംകുമാറിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്യാംകുമാർ ഉള്ളത് ഉണിച്ചിറയിലാണ്. ശ്യാം, ഈ മേഖലയിലൊക്കെ വെള്ളക്കെട്ടുള്ള ഇടമാണ് നമുക്കറിയാം. ഉണിച്ചിറയിൽ ഇപ്പോൾ ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ആളുകൾക്കൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വെള്ളക്കെട്ട്?
അനുജ, ആദ്യം തന്നെ ഒരു ആശ്വാസ വാർത്ത പറയട്ടെ. മഴ അല്പസമയമായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ മഴ രാത്രിയിലും തുടർന്നും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നേരത്തെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ മഴ മാറിയതോടുകൂടി ആ വെള്ളക്കെട്ടിന് ശമനം ഉണ്ടായിരിക്കുന്നു. വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. പക്ഷേ ഇവിടെയുള്ളവർ പറയുന്നത് തുടർച്ചയായി മഴ പെയ്യുന്ന മൂലം വെള്ളക്കെട്ട് തന്നെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു. ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തമായത്. അതോടുകൂടിയിട്ടാണ് ഈ മഴ മൂലമുള്ള ദുരിതങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ചാറ്റൽ മഴ മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ രാത്രി ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ കഴിഞ്ഞ 2 മണിക്കൂറായി ഉണ്ടായതുപോലെ സമാനമായ സ്ഥിതി ഉണ്ടാകും. വലിയ വെള്ളക്കെട്ടാണ് കാക്കനാട്, തൃക്കാക്കര പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കയറാനും അത് വീടുകളിലേക്ക് എത്തുമോ എന്നുള്ള പേടിയിൽ കൂടിയാണ് ആളുകളുള്ളത്. അനുജ, അതാണിപ്പോൾ ഉണിച്ചിറയിൽ നിന്നുള്ള വിവരങ്ങൾ. തൽക്കാലത്തേക്ക് മഴ അല്പമൊന്ന് മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ അത് ആശ്വാസമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് പലയിടങ്ങളിലും. നമ്മൾ മറ്റിടങ്ങളിലേക്ക് എത്തും. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. നിലവിൽ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്നതാണ്. അതിൽ ഒറ്റപ്പെയ്ത്തിൽ തന്നെ തലസ്ഥാനമായ തിരുവനന്തപുരം, കൊച്ചിയും ഒക്കെ വീണ്ടും മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻഫോ പാർക്കിൽ വെള്ളം കയറുന്നു. കൈപ്പടമുകളിൽ ഇന്നലെയുണ്ടായ അപകടം അതേയിടത്ത് തന്നെ ഇന്ന് വീണ്ടും അപകടമുണ്ടാകുന്നു. തലസ്ഥാനത്തും സ്ഥിതി സമാനമാണ് എന്നതാണ്. കിഴക്കേക്കോട്ടയിലും തമ്പാരിലുമൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. ഇപ്പോൾ എബിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. എബിൻ, നിലവിലുള്ളത് എവിടെയാണ്? കൊച്ചിയിൽ അവിടെ മഴയുള്ള ഇടമാണോ? വെള്ളം എങ്ങനെയുണ്ട്? വെള്ളക്കെട്ട്? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴക്കാല മേഖലയിലാണ്. ഈ മേഖലയിൽ വലിയ തോതിലാണ് വെള്ളക്കെട്ടുള്ളത്. വെള്ളം കുത്തിയൊഴുകി വരുന്ന സാഹചര്യമുണ്ട്. വീടുകളിലേക്കും അതുപോലെ തന്നെ ഫ്ളാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇവിടെ വെള്ളം കയറിയതാണ്. അത് ഇന്ന് രാവിലെ ആളുകൾ വന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം പോയതിന് ശേഷമാണ് ഇത് വീണ്ടും ഉച്ചയ്ക്ക് മഴ പെയ്യുന്നു. ഇപ്പോൾ അതിശക്തമായി വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ആളുകൾ പറയുന്നത് നേരത്തെയൊക്കെ ഇവിടെ അത്ര കണ്ട് വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലമല്ല. പക്ഷേ ഈ 2 മഴയിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുന്നു. ഓടകളുടെ ശുചീകരണം അതുപോലെ തന്നെ കൃത്യമായി തോടുകൾ ശുചീകരിക്കാത്തതുമാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞതാണ് ഏക ആശ്വാസമുള്ളത്. എങ്കിലും വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെയും ഉള്ളത്. അനുജ, എബിൻ, ഇന്നലെ നമ്മൾ കണ്ടതാണ് രൂക്ഷമായ വെള്ളക്കെട്ടും മഴയുമൊക്കെ. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ അതേ സാഹചര്യമാണോ ഇന്ന് ഈ മേഖലയിലൊക്കെ ഉള്ളത്? അതോ ഇന്നലത്തേതിനേക്കാൾ രൂക്ഷമാണോ സ്ഥിതിഗതികൾ? അനുജ, ഇന്നലത്തേതിന് സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉള്ളത്. ഇന്ന് കൂടുതലായി വെള്ളം ഒഴുകി വരുന്നു. വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോടിലൂടെയൊക്കെ ഒഴുകുന്ന ശക്തിയിലാണ് ഈ റോഡിലേക്ക് ഒഴുകി വരുന്നത്. വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുള്ളത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ആളുകൾ നേരത്തെ തന്നെ ഈ താഴത്തെ നിലകളിലുള്ള സാധനങ്ങളൊക്കെ മുകളിലത്തെ നിലയിൽ അത്തരത്തിലേക്കുള്ള മുൻകരുതലൊക്കെ ഇപ്പോൾ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ എബിനിലേക്ക് എത്താം. നമുക്കൊപ്പം ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ KG താര ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ KG താര, നിലവിൽ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ അപ്രതീക്ഷിതമായ മഴയാണ്. കാലവർഷം എത്താൻ ഇനി ആദ്യം പറഞ്ഞത് 31-ന് എത്തുമെന്നതാണ്. പിന്നീട് ഇപ്പോൾ 24 മണിക്കൂറിനകം എത്തുമെന്ന് പറയുന്നു. പക്ഷേ ഈ മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി. ഇന്നലെയൊക്കെ അതിതീവ്ര മഴ പെയ്യുന്നു. അത് ലഘുമേഘ വിസ്ഫോടനത്തെ തുടർന്നാകാമെന്ന സംശയം വിദഗ്ധർ പറയുന്നു. ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് അവർ എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് കരുതേണ്ടത് എന്നതാണ്. താങ്കൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ റിപ്പോർട്ടേഴ്സ് പറയുന്നത് പോലെ ആളുകൾ പലതരത്തിൽ മുൻകരുതൽ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴയിൽ അതിനൊക്കെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഡോക്ടർ KG താര. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളത്തില് ഒരുപാട് ഈ എന്താണ് മാലിന്യങ്ങൾ കലർന്ന വെള്ളമാണ് ഈ നമ്മുടെ വീടുകളിലേക്കൊക്കെ കയറി വരുന്നത്. അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിൽ ആദ്യം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ പരിഗണന. അപ്പോ ഈ വെള്ളം തലേ ദിവസങ്ങളിലെല്ലാം മുൻ ദിവസങ്ങളിലെല്ലാം കയറിയ പ്രദേശങ്ങളിലെ ആളുകൾ അതാത് ജില്ലാ കളക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു എന്താണ് ഒരു ടെലിഫോൺ നമ്പർ ഉണ്ടാവും കൺട്രോൾ റൂമിൽ. ആ നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും അവിടെ സേവനം ലഭ്യമാണ്. അവരെ അറിയിച്ച് ദുരിത നിവാരണ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് മാറാൻ തയ്യാറായിട്ട് ഇരിക്കണം. 2, ഈ ഏതെങ്കിലും ലൈനുകൾ പൊട്ടി
വീണ് കഴിഞ്ഞാൽ വൈദ്യുത ആഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം ഘട്ടങ്ങളിൽ. കാരണം തറയും ചുമരും വീട്ടിലെ സാധനങ്ങളും ഇലക്ട്രിക് ഈ വയറിങ്ങും എല്ലാം നനഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം പല വീടുകളിലും ഉണ്ടാകാം. അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എമർജൻസി നമ്പറുകൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. KEB ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു എമർജൻസി നമ്പർ ഉണ്ട്. അവിടേക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമര് നനഞ്ഞിരിക്കുന്ന വീടുകളിൽ ഈ ഒരു സാധ്യതയുള്ളത് കൊണ്ട് അത്രത്തോളം വെള്ളം കെട്ടി നിന്നിട്ടുള്ള വീടുകളിൽ ആ പ്രദേശത്തേക്കുള്ള വൈദ്യുതി ഒരു പക്ഷേ അണയ്ക്കേണ്ടി വന്നാൽ 1912 എന്നുള്ള എമർജൻസി നമ്പറിലേക്കായിരിക്കും വിളിച്ച് നമ്മൾ അറിയിക്കേണ്ടത്. അങ്ങനെയുള്ള എമർജൻസി നമ്പറുകൾ 1077 എന്നുള്ള നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ കൺട്രോൾ റൂമിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോ കാണുന്നത് ഈ ജീവൻ രക്ഷിക്കുന്നതിനും അതായത് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനും പുറമെ വസ്തുവകകൾക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. ആളുകളുടെ പാത്രങ്ങൾ ഒഴുകി പോകുന്നു, പിന്നെ തുണികൾ അല്ലെ മറ്റുള്ള വീട്ടു സാമാനങ്ങളെല്ലാം നശിച്ചു പോകുന്നുണ്ട്. അപ്പോ ഇത് ഒരു കാര്യം ഒരു പക്ഷേ നമുക്ക് അറിവില്ലാത്തൊരു കാര്യമായിരിക്കാം. ഇതിന് നമുക്ക് കോമ്പൻസേഷൻ, നമുക്ക് ഒരു നഷ്ടപരിഹാരം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ചിതറി പോകുന്ന സാധനങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അത് ഈ മൊബൈൽ ഫോണിൽ തന്നെ ചിത്രീകരിച്ച് എടുത്തു വെക്കുക. അത് നമുക്ക് ഓരോ വീടുകളുടെയും നഷ്ടം കണക്കാക്കാൻ പിന്നീട് നമുക്കത് സഹായിക്കും. അത് അങ്ങനെ ഒരു റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിലെ അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതൽ ജനങ്ങൾക്ക് ചെയ്യാൻ വളരെ. അതെ, പക്ഷേ ഒരു കാര്യം കൂടി ഡോക്ടർ KG താര, നമ്മൾ ഈ പ്രളയ സമയത്തൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നത് നമ്മളെപ്പോഴും ഒരു കിറ്റ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അത്യാവശ്യ സാധനങ്ങൾ, അത്യാവശ്യ ഡോക്യുമെന്റ്സ് എല്ലാം ഉള്ളത്, അതുപോലെ മെഡിക്കൽ എയ്ഡ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ആ തരത്തിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ നിലവിലെ സാഹചര്യം സംസ്ഥാനത്തുടനീളം വീക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആ കിറ്റ് നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണെങ്കിലും ഒരു 90% ആളുകളുടെയും വീടുകളിൽ ഇത്തരം ഈ സുരക്ഷാ കിറ്റുകൾ തയ്യാറാക്കിയിട്ട് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്യാവശ്യ മരുന്നുകൾ, ഒരു ടെലിഫോൺ, പിന്നെ മൊബൈൽ ഫോൺ, പിന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കയ്യിൽ കരുതുന്ന അത്ര ആശാസ്യമല്ല എങ്കിലും വെള്ളം കയറാത്ത രീതിയിൽ അത് ഭദ്രമായി സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള മുൻകരുതലുകളെല്ലാം എടുക്കാം എന്ന് മാത്രമേ ഇപ്പോ ഈ ഓരോ കുടുംബത്തിലെയും ഈ നമ്മുടെ ജീവനോപാധി നഷ്ടപ്പെടുന്ന സാധാരണ കുടുംബങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ വീട്ടുജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ പണിക്കാർ, അവർക്ക് വാസ്തവത്തില് ഈ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥിതി ഈ ദുരന്ത നിവാരണ വകുപ്പിലുണ്ട്. അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് അത് ഈ മൻരേഗ പദ്ധതിയിൽ ഓരോ ദിവസവും നമുക്ക് ഈ ഒരു നിശ്ചിത തുക നമുക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് ചുറ്റുമുള്ളവർക്കും കരുതൽ നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമെന്നതാണ് ഡോക്ടർ KG താര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊപ്പം ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കൂടി ചേരുന്നു, കാലാവസ്ഥാ വിദഗ്ധനാണ്, ഒപ്പം ശാസ്ത്രലേഖകൻ കൂടിയാണ്. ഡോക്ടർ കമ്മത്ത്, ഞാൻ ഓർക്കുകയാണ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ കനത്ത ചൂടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ എക്സ്ട്രീമിലാണുള്ളത്, ഒന്നുകിൽ കടുത്ത ചൂട് അല്ലെങ്കിൽ കൊടും മഴ എന്ന തരത്തിലേക്ക്, നമുക്കൊരു പ്രളയമൊന്നും തള്ളിക്കളയാൻ കഴിയില്ല ഈ വരുന്ന നാളുകളിൽ എന്നുള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം കാണുമ്പോൾ ഒരാശങ്കയുണ്ട്. ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ സമ്മർ റെയിൻ കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരു സമ്മർ മൺസൂൺ ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നത് സമ്മർ മൺസൂൺ ആണ്. ഈ സമയത്ത് തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പലയിടങ്ങളിലും ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളത്ത് മാത്രമല്ല, കോട്ടയത്തും തിരുവനന്തപുരത്തും മറ്റു ചിലയിടങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള മഴ ഇപ്പൊ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് അടുത്ത 10 ദിവസത്തേക്കുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വളരെ ശക്തമായ മഴ മധ്യ കേരളം കേന്ദ്രീകരിച്ചും തെക്കൻ കേരളം കേന്ദ്രീകരിച്ചും പെയ്യും എന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. പലയിടങ്ങളിലും ഒരു 17 സെന്റിമീറ്റർ വരെയൊക്കെ മഴ ഒരു 2 മണിക്കൂറിനുള്ളിലൊക്കെ പെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാറി മറിയുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് ഇപ്പൊ കണ്ടുവരുന്നത്, വളരെ പെട്ടെന്ന് തന്നെ. കാരണം ഒരു 6 മണിക്കൂർ. ഡോക്ടർ കമ്മത്ത്, ഇപ്പൊ നമ്മൾ ഈ ബോട്ടൊക്കെ ഇറക്കി കളമശ്ശേരിയിലൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെ കടുത്ത മഴയാണ്, അതിന്റെ കണക്കൊക്കെ വന്നിട്ടുണ്ട്, താങ്കൾക്കത് അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ ബോട്ട് ഇറക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പ്രളയകാലത്ത് കണ്ടതാണ്. ഈ കാലവർഷം എത്തുന്നതിന് മുൻപാണ് ഇപ്പോൾ നമ്മൾ ഈ കാഴ്ച കാണുന്നത്.
തീർച്ചയായിട്ടും. കാരണം അത് വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇപ്പൊ റോഡ് എന്ന് പറഞ്ഞ ഒരു ടാങ്ക് പോലെയാണ് ഉള്ളത്. കാരണം റോഡിന്റെ അരികുകളൊക്കെ ഉയർത്തിക്കെട്ടി അതിന് വെള്ളം ഒഴുകി പോകാനുള്ള മാർഗ്ഗങ്ങളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇൻഫോ പാർക്കിലും കളമശ്ശേരിയിലും മറ്റു പ്രദേശങ്ങളിലും എടപ്പള്ളിയിലൊക്കെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകാനായിട്ടുള്ള കാരണം. അത് അവിടെ നിറഞ്ഞതോടെ മറ്റു താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം പോവുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. അതെ. കനത്ത മഴ പെയ്തു എന്നുള്ളത് വാസ്തവം തന്നെ. ഏകദേശം 8 സെന്റിമീറ്ററോളം മഴ ഒരു മണിക്കൂറിലും അടുത്ത മണിക്കൂറിലും 5.6 സെന്റിമീറ്റർ മഴയും ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതെ, അതുകൊണ്ട് ഇപ്പോൾ ഇത് ലഘുമേഘ വിസ്ഫോടനം എന്ന തരത്തിലേക്കൊക്കെ വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണോ ഡോക്ടർ കമ്മത്ത്? ഇല്ല, ഇതൊരു കനത്ത മഴയാണ്. അത്തരത്തിലുള്ള ഒരു ടെർമിനോളജി പൊതുവെ നമ്മുടെ ക്ലൈമറ്റോളജിയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ടെർമിനോളജി ഇല്ല. 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ഒരു പ്രദേശത്ത് ഒരു മണിക്കൂറിൽ പെയ്യുകയാണെങ്കിൽ 10 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ ഒരു സ്ഥലത്ത് പെയ്യുകയാണെങ്കിൽ അത് ഒരു ക്ലൗഡ് ബേസ്റ്റ് ആയിട്ട് പറയാം എന്നാണ് IMD ഉൾപ്പെടെയുള്ള വെതർ ഏജൻസീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് താഴെയുള്ളത് ഇപ്പോൾ 9 സെന്റിമീറ്റർ ആണെങ്കിലും 8 സെന്റിമീറ്റർ ആണെങ്കിലും അത് ക്വാളിഫൈ ചെയ്യുന്നില്ല. മറ്റ് പലയിടങ്ങളിലും കേരളത്തിൽ ഇപ്പൊ പൂഞ്ഞാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ വളരെ ശക്തമായ മഴ കളമശ്ശേരി ഉണ്ടായ ആ സമയത്ത് തന്നെ പൂഞ്ഞാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു പലയിടങ്ങളിലും അതിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഒരു ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ പാനിക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള പാനിക് ഉണ്ടാകുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അത് മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു ഫിനോമിനൻ നമ്മൾ പറഞ്ഞിട്ട് യാതൊരു അർത്ഥവും ഇല്ല അതിനകത്ത്. കാരണം വെള്ളക്കെട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ കൊണ്ടാണ് അത്. ശരി, അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ കളമശ്ശേരിയിൽ പെയ്തിട്ടുള്ളത്. അതല്ലാതെ മേഘവിസ്ഫോടനം എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആശങ്ക സൃഷ്ടിക്കരുത് എന്നതാണ് ഡോക്ടർ കമ്മത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുകയാണ്.